السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه. فاللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا الله واعلموا أن الله بما تعملون بصير. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും അവൻ നിങ്ങളുടെ ചെയ്തികൾ നന്നായി കാണുന്നുവെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യുക. മുഅ്മിനീങ്ങളെ, 11/8/2017 വെള്ളിയാഴ്ച UAE ഖുതുബ. ഒരു മുഅ്മിനിന് അത്യന്താപേക്ഷിതമായി ഉണ്ടാവേണ്ട സാമൂഹിക ബോധത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മുഅ്മിനീങ്ങളെ, സാമൂഹിക ബോധം എന്നാൽ സ്വന്തം ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ധാരണയാണ്. മൂല്യങ്ങളോടും രാഷ്ട്രത്തോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയും ഓരോ വ്യക്തിയും സമൂഹത്തോടുള്ള തന്റെ ഉത്തരവാദിത്വം നിറവേറ്റലുമാണ്. അതിന് ഓരോരുത്തർക്കും അവരവരുടെ മണ്ഡലവും കർമ്മ മേഖലയുമുണ്ട്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്, ചുമതല വഹിക്കുന്നവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, സ്വന്തം മേഖലയെക്കുറിച്ച് ഭരണീയരെക്കുറിച്ച് ഓരോരുത്തരും ഉത്തരവാദികളുമാണ്. അൽ ഇമാമു റാഇൻ വമസ്ഊലുൻ അൻ റഅയ്യതിഹി, ഇമാം ഭരണാധികാരി തന്റെ ഭരണീയരെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. വറജുലു റാഇൻ ഫീ അഹ്ലിഹി വമസ്ഊലുൻ അൻ റഅയ്യതിഹി, പുരുഷൻ തന്റെ കുടുംബത്തിലെ ഭരണാധികാരിയാണ്, അവരുടെ കാര്യത്തിൽ അവനും ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ അധികാരിയാണ് സ്ത്രീ. വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ, ആ ഭരണത്തെക്കുറിച്ച് തന്റെ ഭരണീയരെക്കുറിച്ച് അവളും ചോദ്യം ചെയ്യപ്പെടും. സാമൂഹിക ബോധമാണ് നമ്മെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സജ്ജരാക്കുന്നത്. കിടയറ്റ രീതിയിൽ സൂക്ഷ്മമായും നിർമ്മാണാത്മകമായും കർമ്മങ്ങൾ ചെയ്യാനും സമൂഹക്ഷേമ തൽപരത നിലനിർത്തുവാനും അങ്ങനെ നല്ല പൗരന്മാരായി നല്ല സമൂഹ സേവകരായി മാറാനും നമ്മെ പ്രേരിപ്പിക്കുന്നതും ഈ വിചാരമാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ, ഓരോ മുസ്ലിമിനും സദഖയുണ്ട്, ദാനമുണ്ട്, അവൻ ചെയ്തു തീർക്കേണ്ട ദാനമുണ്ട്. ഓരോ ദിവസവും അവൻ ധർമ്മം ചെയ്യണമെന്നർത്ഥം. ഖാലൂ ഫഇല്ലം യജിദ്, അവർ ചോദിച്ചു, പുണ്യ നബിയെ, ദാനം ചെയ്യാൻ ഒന്നും ലഭിച്ചില്ലെങ്കിലോ? ഖാല ഫയഅ്മലു ബിയദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അവൻ സ്വന്തം കൈകൾ കൊണ്ട് ജോലി ചെയ്ത് സ്വന്തം കാര്യങ്ങൾ നിറവേറ്റുകയും ബാക്കി വന്നാൽ ധർമ്മം ചെയ്യുകയും വേണം. ഖാലൂ ഫഇല്ലം യസ്തതി', ഇനി ഒരാൾക്ക് സ്വന്തം കൈകൾ കൊണ്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലോ പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? അവിടുന്ന് പറഞ്ഞു, ഖാല ഫയുഈനു ദൽ ഹാജത്തിൽ മൽഹൂഫ്, കഷ്ടപ്പാടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളെ കഴിയും വിധം അവൻ സഹായിക്കണം. ഖാലൂ ഫഇല്ലം യഫഅൽ, അതും അവൻ ചെയ്യുന്നില്ലെങ്കിലോ പുണ്യ നബിയെ? ഖാല ഫയഅ്മുറു ബിൽ ഖൈർ, ആളുകൾക്ക് നന്മ ഉപദേശിക്കണം, നന്മ കൽപ്പിക്കണം. ഖാലൂ ഫഇല്ലം യഫഅൽ, അതും അദ്ദേഹം ചെയ്യുന്നില്ലെങ്കിലോ? ഖാല ഫയുംസികു അനിശ് ശർ, സമൂഹത്തിന് തിന്മ വരാതെ അവൻ സംരക്ഷിക്കണം, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം. ഫഇന്നഹു ലഹു സദഖ, അതുപോലും തിന്മ ചെയ്യാതിരിക്കൽ പോലും, നന്മ ചെയ്തില്ലെങ്കിലും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നത് മാത്രം അവന് സ്വതക്കയാണ്, ദാനമാണ്, പുണ്യകരമാണ്.
എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിലെ സഹജീവികളോട് വെച്ചു പുലർത്തേണ്ട കടമയും കടപ്പാടും ഈ ഹദീസ് വിശദീകരിക്കുകയാണ്. അവർക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഹദീസ് നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. ഓരോരുത്തരും തന്റെ സാമൂഹിക ഉത്തരവാദിത്വം പൂർണ്ണമായ തോതിൽ ശ്രേഷ്ഠമായ രീതിയിൽ നിറവേറ്റുമ്പോൾ ഉത്തമ സമൂഹത്തിന്റെ നിർമ്മിതിയിൽ അവൻ പങ്കാളിയാവുകയാണ്. ശുഭാപ്തി വിശ്വാസത്തോടെ രാഷ്ട്രത്തിന്റെ നാഗരികത പടുത്തുയർത്തുന്നതിൽ അവൻ ഭാഗം ചേരുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പോലെ, ഇന്നൽ മുഅ്മിന ലിൽ മുഅ്മിൻ കൽ ബുനിയാൻ യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ. മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് ഒരു കെട്ടിടം പോലെയാണ്, കെട്ടിടത്തിന്റെ ചുമരു പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, ചുമരിന്റെ ഒരു ഭാഗം മറ്റൊന്നിന് ശക്തി പകരുന്നത് പോലെ, കരുത്തു പകരുന്നത് പോലെ വിശ്വാസികൾ പരസ്പരം കരുത്തു പകരുകയാണ്. ഓരോരുത്തരും അപരന് കരുത്തേകുകയാണ്. സമൂഹത്തിലെ ഓരോ വ്യക്തിയും മറ്റുള്ളവനെ പിന്തുണക്കുകയാണ്, പരസ്പരം സഹായിക്കുകയാണ്. നന്മയുടെയും പുണ്യത്തിന്റെയും വഴിയിൽ പരസ്പരം സഹകരിക്കുവാനാണ് ഖുർആൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അല്ലാഹു പറയുന്നു, വതആവനു അലൽ ബിർരി വത്തഖ്വ. നന്മയിലും അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണമേ എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ പരസ്പര സഹകരണ ബോധവും കൈമാറ്റവുമാണ് സമൂഹങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അതുവഴിയാണ് നാഗരികത വളർന്നു വരുന്നത്. മുഅ്മിനീങ്ങളെ, സാമൂഹിക ബോധം എവിടെയാണ് ആരംഭിക്കേണ്ടത്? ഓരോരുത്തരും തന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയാണ് സാമൂഹിക ബോധം തുടങ്ങേണ്ടത്. അത് സ്വന്തം കുടുംബത്തോട് വേണ്ട വിധം പരിഗണന നൽകിക്കൊണ്ടാവണം. ആ കുടുംബമാണല്ലോ സമൂഹത്തിന്റെ അടിത്തറ. അതുപോലെ സ്വന്തം മാതാപിതാക്കളെ സേവിച്ചും സഹായിച്ചും അവർക്ക് നന്മ ചെയ്തും സാമൂഹ്യ ബോധം രൂപപ്പെടണം. ഖുർആൻ പറയുന്നത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന. മാതാപിതാക്കളോട് ഉത്തമ സമീപനം കൈക്കൊള്ളണമെന്ന് മനുഷ്യനോട് നാം കൽപ്പിച്ചിരിക്കുന്നുവെന്നാണ്. മാതാപിതാക്കളുടെ സ്ഥാനവും അവരോടുള്ള കടമയും കടപ്പാടും മനസ്സിൽ ആവാഹിക്കുമ്പോൾ അവരോട് നന്മ ചെയ്യാനും ബന്ധം നിലനിർത്താനും അത് മനുഷ്യന് പ്രചോദനം നൽകും. കാരണം അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ സംതൃപ്തിയുമായി ബന്ധിതമാണ്. അള്ളാഹുവിനോടുള്ള കടപ്പാട് നിർവഹണം മാതാപിതാക്കളോടുള്ള കടപ്പാട് നിർവഹണം വഴി മാത്രമാണ് സാധ്യമാവുന്നത്. അതുപോലെ സ്വന്തം ഭാര്യയോടും സന്താനങ്ങളോടുമുള്ള കടപ്പാടുകൾ മനുഷ്യൻ നിറവേറ്റും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹ തആല സായിലുൻ കുല്ല റാഇൻ അമ്മസ്തർആഹ്. ഓരോ ഭരണാധികാരിയോടും ഓരോ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യനോടും അള്ളാഹു അവന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. അഹഫിദ ദാലിക് അം വയ്യ. ആ ഉത്തരവാദിത്തങ്ങൾ അവൻ പൂർണ്ണമായി പാലിച്ചിരുന്നോ അതോ അത് വൃഥാവിലാക്കിയിരുന്നോ എന്ന് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. ഹത്താ യസ്അല അർ-റജുല അൻ അഹ്ലി ബൈതി. എത്രത്തോളമെന്നാൽ ഒരാളോട് തന്റെ സ്വന്തം ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചു പോലും അവരുമായുള്ള കടപ്പാടുകളുടെ കാര്യത്തിൽ പോലും അള്ളാഹു ചോദ്യം ചെയ്യുമെന്നാണ്. പിന്നീട് ഈ ബോധം വീടിന്റെ അകത്തളം വിട്ട് അയൽവാസിയിലേക്ക് കടക്കും. അവന്റെ സ്വകാര്യതയെയും ബഹുമാനത്തെയും അംഗീകരിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്യും. അള്ളാഹു പറയുന്നത് പോലെ, വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. ബന്ധുവോ അന്യനോ ആയ അയൽക്കാരനോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. ഇത്തരം ദർശനങ്ങൾ മനുഷ്യന് സഹജീവിയോട് ഉദാത്തമായ സഹവാസം നയിക്കാൻ വഴി കാണിക്കുകയാണ്. ദേശത്തിന്റെയോ ഭാഷയുടെയോ വിശ്വാസാചാരങ്ങളുടെയോ ചിന്താധാരകളുടെയോ വ്യത്യാസമില്ലാതെ ഗുണകരമായ സഹവർത്തിത്വവും സഹവാസവും സാധ്യമാക്കുകയാണ്. നല്ല സ്വഭാവങ്ങളും പരസ്പര ബഹുമാനവും നന്മയും സേവനം ചെയ്യലും
നല്ല സഹവാസവും നല്ല ബന്ധങ്ങൾ നിലനിർത്തലും എല്ലാവർക്കും നന്മ ആഗ്രഹിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കലും അവരുടെ സ്വത്തും അഭിമാനവും സംരക്ഷിക്കലും വിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ച അനുവർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഗുണങ്ങളാണ്. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്നാൽ നാവുകൊണ്ടോ കൈകൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതര മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാത്തവനാണ്, ജനങ്ങൾക്ക് രക്ഷ നൽകുന്നവനാണ് മുസ്ലിം എന്നർത്ഥം. ഈ ഗുണങ്ങൾ ഉയർന്ന സാമൂഹിക രീതികളാണ്. പരസ്പര ബന്ധവും സഹകരണവും ഇടപാടുകളും അത് ശക്തിപ്പെടുത്തും. ഗുണകരമായ പരസ്പര സഹവാസത്തിന്റെയും സമാധാനപൂർണമായ സഹവർത്തിത്വത്തിന്റെയും പുതിയ ആകാശങ്ങൾ അവിടെ അനാവരണം ചെയ്യപ്പെടും. മുഅ്മിനീങ്ങളെ, സാമൂഹിക ബോധം ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന നിയമവ്യവസ്ഥിതിയെയും ചിട്ടവട്ടങ്ങളെയും അംഗീകരിക്കാനും അനുസരിക്കാനും നമുക്ക് പ്രേരണയാവണം. നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രാഷ്ട്രത്തിന്റെയും ജനതയുടെയും ജീവനും സ്വത്തും സംരക്ഷിക്കാനാണ്. ഈ സദുദ്ദേശ്യം നിയമവ്യവസ്ഥിതിയോടുള്ള ഈ ബഹുമാനം അള്ളാഹു പ്രതിഫലം നൽകുന്ന നന്മയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്മറ. ദുനിയാവിൽ പ്രവർത്തിച്ച മുഴുവൻ സൽക്കർമ്മങ്ങളും ഹാജരാക്കപ്പെട്ടതായി ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന നാൾ ഏറെ സ്മരണീയമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, സാമൂഹിക ബോധം ബന്ധങ്ങൾ ശക്തമാക്കും, സമൂഹത്തെ പുരോഗതിപ്പെടുത്തും, സംസ്കാരം സമ്പന്നമാക്കും, ജനങ്ങൾക്കിടയിൽ സന്നദ്ധ സേവന ബോധം വ്യാപിപ്പിക്കും. അങ്ങനെ ഏകതാബോധമുള്ള പരസ്പര ബന്ധമുള്ള സമൂഹം രൂപപ്പെടും. പരസ്പര സ്നേഹവും കരുണയും ആർദ്രതയും കളിയാടുകയും ചെയ്യും. ആ സമൂഹത്തിലെ കുരുന്നുകൾ നന്മയുടെ കാരുണ്യത്തിന്റെ കൈകൾ സമൂഹത്തിന് നീട്ടിക്കൊടുക്കും. ലോകത്തിന് പ്രതീക്ഷയുടെയും കാരുണ്യത്തിന്റെയും സുന്ദര വർത്തമാനങ്ങൾ പകർന്നു നൽകും. ദുഃഖിതന് ആശ്വാസം പകരും. സമൂഹത്തിലാകമാനം ആ നന്മ പ്രകടമാവുകയും ചെയ്യും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര സമയം ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നുവോ അത്രയും സമയം മുഴുവൻ അള്ളാഹു അയാളെ സഹായിക്കുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.